മഹാബലിപുരത്തെ ഷോർ ടെമ്പിൾ, ഉലകർണേശ്വര ടെമ്പിൾ, വരാഹ ഗുഹ ടെമ്പിൾ, ത്രിമൂർത്തി കേവ് ടെമ്പിൾ, 5 വ്രതാസ്, കൃഷ്ണാസ് വാട്ടർ വാൾ, രായ ഗോപുരം, ഇതൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ വെൽക്കം ടു ആര്യാസ്കോപ്പ് ഫൈൻ. ഇതാണ് മഹാബലിപുരത്തെ കൃഷ്ണാസ് വാട്ടർ വാൾ. ബാലൻസിങ് റോക്കാണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു ഗ്രാനൈറ്റ് ആണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊരു അത്ഭുതമായിട്ട് തോന്നില്ലേ? ഇതൊരു സ്ലാൻഡിങ് ഒരു റോക്കാണ്. അതിൻ്റെ പുറത്താണ് ഈ ഒരു ബോൾ പോലെ ഒരു റോക്ക് ഇരിക്കുന്നത്. അതെന്താ സ്ലിപ്പാവാത്ത അല്ലേ? ഗ്രാവിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു പ്രതിഭാസം തന്നെയാണിത്. 7-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജവംശത്തിലെ നരസിംഹവർമ്മൻ എന്ന് പറയുന്ന ഒരു രാജാവാണ് ആക്ച്വലി നമ്മുടെ ഈ മഹാബലിപുരം നിർമ്മിച്ചത്. 1908 അന്നത്തെ ഗവർണറായിരുന്ന ആർത്തർ ഹേവ്ലോക്ക് 7 ആനകളെ ഉപയോഗിച്ച് ഈ ഒരു പാറയെ മൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ക്ലാസിക്കൽ സ്മാരകത്തിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസും കൂടിയിട്ടാണ് ഈ മഹാബലിപുരം എന്ന് പറയുന്നത്. മാത്രമല്ല യുനെസ്കോയിൽ ഇടം നേടിയിട്ടുമുണ്ട്. എന്താണെന്നറിയാൻ പാടില്ല, ട്രിവാൻഡ്രത്ത് ജനിച്ച് വളർന്നുകൊണ്ടായിരിക്കാം പണ്ട് തൊട്ട് ഈ പാറകളും മരങ്ങളും പുഴകളും ഒക്കെ കാണുമ്പോൾ എനിക്ക് എവിടെ നിന്നൊക്കെയോ ഒരു എക്സൈറ്റ്മെൻറ്റും എനർജിയൊക്കെ വരും കേട്ടോ. ഈ പാറ കണ്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എന്തായിരിക്കും എന്നുള്ളൊരു ഒരു ത്വര കാരണം ഞാൻ ഉള്ളിലേക്ക് പോയി. പിന്നെ കുറച്ച് പേടിയായി, വല്ല ജീവികൾ അങ്ങനെ വരുമോ എന്ന്. ഒന്നും വന്നില്ല, നല്ല നീറ്റൊക്കെ ആയിരുന്നു, അത്യാവശ്യം നീറ്റൊക്കെ ആയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ റോഡൊക്കെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും കൊണ്ടുവരേണ്ടത് ഇതുപോലത്തെ ഒരു തൊപ്പിയാണ്. കാരണം നല്ല വെയിലാണ്. വേറെ മരങ്ങളൊന്നും എന്തേ കണ്ടോ, ആ പാറേൻ്റെ അടുത്തൊന്നും മരങ്ങളില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് തന്നെ വെയിലടിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ പതുക്കെ നടന്നു പോകുന്നത് ത്രിമൂർത്തി കേവ് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പല്ലവ ഡൈനാസ്റ്റിയിൽ നിർമ്മിച്ച ഒരു റോക്കറ്റ് ടെമ്പിളാണ്. ഈ ഒരു ടെമ്പിളിനകത്ത് ഒരൊറ്റ പാറയാണ് കേട്ടോ. ഈ ഒരു പാറയ്ക്കകത്താണ് 3 പ്രതിഷ്ഠകളുടെ ഒരു ഗുഹ പോലെ അവർ നിർമ്മിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിനകത്തുള്ളത് ബ്രഹ്മ, വിഷ്ണു, ശിവയാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ശിവലിംഗം നമുക്ക് കാണാൻ പറ്റും. ബാക്കി 2 ചേംബേഴ്സ് മാത്രമാണ് കേട്ടോ. അതേ കണ്ടോ, ഇതുപോലെ ഒരു ചേംബർ മാത്രമേ ഉള്ളൂ, വേറൊന്നും അതിനകത്തില്ല. ആൻഡ് നിങ്ങൾ വിചാരിക്കരുത് ഇതെന്താ ക്ഷേത്രത്തിനകത്ത് ചെരുപ്പൊക്കെ ഇട്ട് എല്ലാവരും അകത്തോട്ട് കയറുന്നത് എന്ന്. ഇത് വെച്ചാരാധനയൊന്നും ഇല്ല, പണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് ഒരു സ്ഥലം മാത്രമാണ്. എല്ലാവർക്കും പോകാം, ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. പഴയ കൊത്തുപണികളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഞാനും മോനും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും ഇതുപോലെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങൾ, കൊട്ടാരങ്ങൾ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി ഞങ്ങളിതേ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വരാഹ ഗുഹ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ്. അത് കാണാനായിട്ട് ദേ ഈ പാറയുടെ പുറത്തൂടെ കുറച്ചധികം അങ്ങോട്ട് നടക്കണം. നല്ല രസമാണ്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, തൊപ്പി വേണം, സൺസ്ക്രീൻ വേണം, ഇതെല്ലാം ഇട്ടിട്ട് വേണം പോകാനായിട്ട്. സ്കൂൾ കുട്ടികളൊക്കെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ആരും ഇല്ലായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനല്ലേ. നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ആരും ഇല്ലെങ്കിലാണ് അതിൻ്റെ ഒരു ഭംഗി. പിന്നെ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒക്കെ നിങ്ങൾ കാണുന്ന പോലെ ചെറിയൊരു കുഴിയല്ല കേട്ടോ, അത് കുറച്ച് വലിയ കുഴിയാണ്. നമ്മൾ ഇൻസ്റ്റാ 360 എടുക്കുമ്പോഴത്തേക്കും അത് മനസ്സിലാവാത്തതാണ്. അവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ നല്ല പരിക്ക് കിട്ടും, കാരണം നല്ല പാറയാണല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ. ഈ മഹാബലിപുരത്ത് ഈ കൊത്തുപണികൾക്കൊക്കെ, കല്ലിലുള്ള കൊത്തുപണികൾക്ക് ഭയങ്കര ഫേമസ് ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, നമ്മൾ കാണുന്ന എല്ലാ ടെമ്പിളുകളും ഒരൊറ്റ പാറയിൽ നിർമ്മിച്ചതാണ് കേട്ടോ. മാത്രമല്ല അവിടുത്തെ ഓരോ കൊത്തുപണികൾക്കും ഓരോ കഥകളുണ്ട്. ആ കഥകളൊക്കെ ഞാൻ പറയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ആ പ്രതീക്ഷയൊന്നും വേണ്ട. അവസാനം നമ്മുടെ വീഡിയോ ഭയങ്കര ഹിസ്റ്റോറിക്കൽ വീഡിയോ ആയിട്ട് പോകും. ഇവിടെ ഇങ്ങനെ ലൊക്കേഷൻ അല്ലെങ്കിൽ ആരോ മാർക്ക് ഇടുക എന്നുള്ള സംഗതിയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള വഴിയിൽ കൂടെ പോവാം. താഴോട്ട് കൂടെ പോകണമെങ്കിൽ അങ്ങനെ പോവാം, ഇങ്ങനെയും പോവാം, എങ്ങനെ വേണോ പോവാം. അപ്പോൾ ഒരു പാറ കണ്ടപ്പോൾ ഞാൻ വെറുതെ വലിഞ്ഞതിൻ്റെ മുകളിൽ കയറി. ഞാൻ പറഞ്ഞില്ല, ഇനി പാറ, പുഴ, മല ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകും. വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് മോനും ആക്ച്വലി ഈ വീഡിയോയിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഫോണിൽ ആരോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സായി പോയി. അങ്ങനെ മോനും അടുത്ത ഫ്ലൈറ്റിലേക്കുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ ഭീമാകാര പാറയാണ്. അപ്പോൾ ഞാൻ 150 രൂപയുടെ അഭിനയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വരാഹ കേവ് ടെമ്പിൾ.
ഇതും പല്ലവ ആർക്കിടെക്ചറിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണെന്ന് നമുക്ക് പറയാം. ഈ ഒരു സ്കൾപ്ചർ ആക്ച്വലി പോർട്രേറ്റ് ചെയ്യുന്നത് വിഷ്ണു ഭഗവാൻ വരാഹ രൂപത്തിൽ വന്ന് ഭൂമി ദേവിയെ രക്ഷിക്കുന്നതാണ്. ഈ കൊത്തുപണികളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. അതും കൊല്ലങ്ങൾക്ക് മുന്നേ ഒരൊറ്റ പാറയിൽ കുത്തിയിരുന്ന് ചെയ്തതാണ് ഇതൊക്കെയെന്ന് കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, അയ്യോ എന്തൊരു അത്ഭുതമാ. ഇപ്പം ഇതിലെ പ്രതിഷ്ഠ ആരാന്നറിയോ? വായിലക്കുന്നിലമ്മ. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഡാൻസർ അങ്ങ് ഉണർന്നു. എന്നാൽ പിന്നെ മുഴുമണ്ഡലത്തിലും കുടങ്ങി ഇരുന്നേക്കാം. അതിനുശേഷം ഞങ്ങൾ പതുക്കെ നടന്നു പോയിട്ടുണ്ടായിരുന്നത് രായ ഗോപുരം കാണാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിക്ക് ഇതുപോലെ അതേ കുറേ വലിയ പാറകളുണ്ട്. ആസ് യൂഷ്വൽ പാറകൾ കാണുമ്പോൾ പിന്നെ ഞാൻ വലിഞ്ഞ് കയറിയിരിക്കും. ഈ രായഗോപുരത്തിലേക്ക് പോകുന്ന വഴിതേ കണ്ടോ, നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെയുള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു പാതി പണിത ക്ഷേത്ര കവാടമാണ്. വിഷ്ണു ഭഗവാന്റെ പല അവതാരങ്ങളാണ് ഇതിൽ ആക്ച്വലി കൊത്തി വെച്ചിട്ടുള്ളത്. ഇതും വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്കുകളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. കാണാൻ ഭയങ്കര പ്രിട്ടിയാണ്. ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത് ഒരുപാട് സിനിമാ ലൊക്കേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് സിനിമകളുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കണ്ടു പരിചയമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം ഏത് സിനിമയാണെന്നുള്ളത് കേട്ടോ. സൈഡിലൂടെ വരുമ്പോൾ ഇതുപോലൊരു ക്ഷേത്രം കൂടെ കാണാൻ പറ്റും. നമ്മൾ ആക്ച്വലി ആ അമ്പലത്തിലും കൂടെ കയറേണ്ടതായിരുന്നു, പക്ഷേ ഞങ്ങൾ ഈ പാറയിൽ കൂടെയൊക്കെ നടന്നിട്ട് വിയർത്ത് ചൂടൊക്കെ കൊണ്ടിട്ടൊരു വല്ലാത്തൊരവസ്ഥയിൽ എക്സോസ്റ്റഡ് ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ ആ അമ്പലത്തിൽ കയറിയില്ല. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുവഴി തന്നെ പോകണം എന്നാരും പറയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് തോന്നിയ വഴി ഞങ്ങൾ പോയി. അപ്പോൾ കണ്ട കാര്യങ്ങൾ മാത്രമാണിത് കേട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം പഞ്ചരഥങ്ങൾ അഥവാ 5 രഥാസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇനി ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത്. ഇതിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ ഒറ്റ കല്ല് കൊണ്ടുണ്ടാക്കിയതാണ്. ഇത് ഗ്രാനൈറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഈ പഞ്ചരഥങ്ങൾ എന്ന് പറയുമ്പോൾ അർജുനൻ, ഭീമൻ, യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ, ദ്രൗപദി ഇവരുടെ പേരിലാണ് ഈ 5 രഥാസ് ആക്ച്വലി അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു മുട്ടം പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഗേറ്റ് വഴി കയറിയപ്പോൾ തന്നെ സെക്യൂരിറ്റി പറഞ്ഞു, ട്രൈപോഡ് ഇങ്ങനെ തറയിൽ കുത്തി വെച്ചിട്ട് വീഡിയോ എടുക്കരുത്, കയ്യിൽ പിടിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓക്കെ കുഴപ്പമില്ലല്ലോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറിയെങ്കിലും അകത്ത് വന്നപ്പോഴത്തേക്ക് വേറൊരു സെക്യൂരിറ്റി പറഞ്ഞു ട്രൈപോഡേ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഞാൻ ട്രൈപോഡാണ്. മോനുമാണ് വീഡിയോ ഫുൾ എടുത്തത് ട്രൈപോഡ് ഇല്ലാതെ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പോകാൻ വേണ്ടിയിട്ടൊരു ടൈമിംഗ് ഉണ്ട്. മോർണിംഗ് 6 AM ടു ഈവനിങ് 6 PM ആണ് കേട്ടോ. ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ പോയിരിക്കണം. ടിക്കറ്റും ഉണ്ട്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 40 റുപ്പീസ് ഓർ 60 റുപ്പീസ്, അതിൽ കൂടുതൽ എന്തായാലും ഇല്ല കേട്ടോ. പെർ ഹെഡാണ്. അതായിരുന്നു ആക്ച്വലി ടിക്കറ്റ് റേറ്റ്. അതിനുശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഉലകണ്ണേശ്വര ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ശിവന് വേണ്ടി സമർപ്പിച്ച ഒരു ക്ഷേത്രമാണ്. ആൻഡ് ഈ ഒരു ക്ഷേത്രം കുറച്ച് ടോപ്പിലായിട്ടാണ് നിൽക്കുന്നത്. ഇത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഹൗസ് ഒക്കെ കാണാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ താഴെയായിട്ട് മഹിഷാസുര മർദിനി മണ്ഡപം കൂടിയിട്ടുണ്ട്. അത് ആക്ച്വലി ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയുള്ളൊരു സീനാണിത്. ഇതിൻ്റെ റൈറ്റിലേക്ക്, അതായത് ഇങ്ങനെ നമുക്ക് ആ തുമ്പത്ത് വരെ പോകാൻ പറ്റും കേട്ടോ. ചുറ്റിനുമുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. മോനും എന്നതേ ആ ഒരു റൗണ്ടില്ലേ അവിടെ നിർത്തി, അവിടെ നനങ്ങി പോരുന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ ആ ചൂണ്ടിക്കാണിച്ച് എന്താ മനസ്സിലായോ? ദേ കണ്ടോ, കടലാണ്, ബീച്ച്. എന്ത് രസമാണ് കാണുന്നല്ലേ, നല്ല ബ്ലൂ കളറിൽ. അപ്പം നമ്മളിതേ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഉലകണ്ണേശ്വര ക്ഷേത്രം. ഇവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മണ്ഡപം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ക്ഷേത്രം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൂജയൊന്നും ചെയ്യുന്നില്ല. ടൂറിസ്റ്റ് സ്ഥലമാണ്, എല്ലാവർക്കും കയറി പോവാം. അങ്ങനെ പിള്ളേരൊക്കെ പോകുന്ന കണ്ടിട്ട് ഞാൻ അതിൻ്റെ അറ്റത്തോട്ട് വലിഞ്ഞ് കയറാൻ വേണ്ടി പോയി. അപ്പോൾ പെട്ടെന്നൊരു ചെക്കൻ എന്നോട് പറഞ്ഞു, ചേച്ചി അങ്ങ് പോകக்கூടാது, അങ്ങ് കുരങ്ങിനിറുക്കുന്നു. ഞാൻ എൻ്റെ ജീവനും കൊണ്ട് ഓടിയ ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. എന്ത് പാവം കുരങ്ങാണ് എന്ന് കരുതുക വേണ്ട. അതേ നോക്ക്, ചാടിപ്പോയി ആ പിള്ളേരുടെ തലക്കിട്ടൊക്കെ ഓരോന്ന് കൊടുത്തു. എനിക്ക് കിട്ടേണ്ടതാണ്, പാവം പിള്ളേർക്ക് കിട്ടി. ഈ വീഡിയോൻ്റെ മ്യൂട്ട് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയോ? വരുന്നടാ ഓടിത്തള്ളിക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓടി രക്ഷപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഹൗസിന്റെ ഫ്രണ്ടിലാണ്. 214 സ്റ്റെപ്പ് കയറി ലൈറ്റ് ഹൗസിന്റെ മുകളിലുള്ള വ്യൂ കണ്ടിട്ട് 214 സ്റ്റെപ്പ് ഇറങ്ങി വരാനുള്ള ഒരു ആരോഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല.
മോന് താഴെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാമറയായിട്ട് വേറൊരു സംഭവം കാണാനായിട്ട് പോയി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഇഷ്ടമുള്ള വഴിയിൽ കൂടി പോവാം. ഓരോ വഴിയിൽ കൂടെ പോകുമ്പോഴും ഓരോ വ്യൂ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷം താഴെ ഇറങ്ങിയിട്ട് 10 രൂപ ടിക്കറ്റിൽ ഞങ്ങളൊരു മ്യൂസിയത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ മ്യൂസിയം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്തില്ല. മോനുവും രണ്ട് മ്യൂസിയം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആദ്യത്തെ ഒരു മ്യൂസിയം എൻജോയ് ചെയ്യാത്തത് കൊണ്ട് തന്നെ രണ്ടാമത്തെ മ്യൂസിയത്തിൽ ഞങ്ങൾ പോയില്ല. അതിനുശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. അത് ഷോർ ടെമ്പിൾ ആയിരുന്നു. ഇതിന് ആക്ച്വലി ഞങ്ങൾക്ക് ഗൈഡ് ബീച്ച് ടെമ്പിൾ എന്നാണ് പരിചയപ്പെടുത്തി തന്നത്. കാരണം ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത്. ഇതാണ് ബീച്ചിൻ്റെ ഒരു ദൃശ്യം. ഞങ്ങളൊരു വേലീൻ്റെ പുറത്തുകൂടി ക്യാമറ വെച്ചിട്ടാണ് ഇത് ക്യാപ്ചർ ചെയ്തത് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പക്ഷേ ഈ നാട്ടുകാരൊക്കെ എന്തിനാണ് ഈ പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിഞ്ഞ് ഈ ബീച്ചൊക്കെ കുളമാക്കുന്നത്? അതിപ്പോൾ ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും കാണാൻ പറ്റും. എന്നാലും ഈ വീഡിയോ കാണുന്ന നിങ്ങളെങ്കിലും നാളെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കുക. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ട്രൈപോഡ് അലൗഡ് അല്ലായിരുന്നു. Insta360 ട്രൈപോഡ് ഇല്ലാതെ എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ മാനേജ് ചെയ്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. ആൻഡ് 3 ശ്രീകോവിലിൻ്റെ ഒരു സംയോജനം എന്നാണ് ഈ ഒരു ടെമ്പിളിനെ പറയുന്നത്. അതിലൊന്ന് ശിവ ടെമ്പിളാണ്. ശിവലിംഗമൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ആൻഡ് അതിന് ചുറ്റും ഈ നന്ദിയുടെ രൂപങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട് കല്ലിൽ. ഇതെല്ലാം കംപ്ലീറ്റ്ലി കല്ല് തന്നെയാണ്. ഇനി എന്നെ ഏറ്റവും ഞെട്ടിച്ച ഒരു കാര്യം ഞാൻ പറയട്ടെ. 2004 സുനാമി ഉണ്ടാകുന്നവരെ ഈ ടെമ്പിൾ കടലിൻ്റെ അടിയിലായിരുന്നു. സുനാമിക്ക് ശേഷമാണ് ഇത് ആക്ച്വലി ഡിസ്കവർ ചെയ്തത് തന്നെ. 1400 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ളൊരു ടെമ്പിൾ കൂടിയാണിത്. സുനാമിക്ക് മുന്നേ വരെ കടലിൻ്റെ അടിയിലായിരുന്നത് കൊണ്ടായിരിക്കണം ഇതിന് ഷോർ ടെമ്പിൾ എന്ന് പേര് വന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർവിങ്സ് ആണല്ലേ ഇതിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ പൂജകളോ വെച്ചാരാധനയോ ഒന്നുമില്ല. പക്ഷേ ഇവിടുന്ന് നമ്മൾ റൈറ്റ് പോയി കഴിയുമ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും, ശിവലിംഗം നമുക്ക് കാണാൻ പറ്റും. അവിടെ ഈ ടൂറിസ്റ്റൊക്കെ പൂക്കളൊക്കെ സമർപ്പിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെ ക്ലോസ് ചെയ്തൊക്കെ വെച്ചേക്കുമായിരുന്നു. ഫ്രണ്ട് സൈഡിൽ ചങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഹാബലിപുരത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. ഇനി ഞങ്ങൾ എവിടെയാണ് പോയതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യാദേവ്, ചാനലിൻ്റെ പേര് ആര്യ സ്കോപ്പ് പൈൻസ്. എന്തായാലും ഇത്രയൊക്കെ കണ്ടതല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നേ. ബൈ.